നോട്ട് നിരോധനത്തിന് ശേഷം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ബാങ്ക് നോട്ടാണ് 2000-ന്റേത്. അതുവരെ ലഭ്യമായിരുന്ന 1000, 500 കറൻസി നോട്ടുകൾ പിൻവലിച്ച ശേഷമായിരുന്നു 2000-ന്റെ വരവ്. പിന്നീട് പുതിയ 500, 200, 100, 50, 20, 10 നോട്ടുകളെല്ലാം എത്തി വിപണിയിൽ നിറഞ്ഞിരുന്നു. അധികം വൈകിയില്ല 2000 നോട്ട് RBI വിപണിയിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു. 2023 മെയ് 19-നാണ് 2000 രൂപയുടെ നോട്ട് പിൻവലിക്കാൻ RBI തീരുമാനിച്ചത്. നോട്ട് കൈവശമുള്ളവർ ഏതെങ്കിലും ബാങ്കുകളിൽ സമർപ്പിച്ചാൽ മാറ്റിയെടുക്കാമായിരുന്നു. വലിയ തോതിൽ നോട്ട് കൊണ്ടുവരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരവ് വെക്കുകയും ചെയ്തു. ഇതുവഴി 98% തിരിച്ചെത്തി. എന്നാൽ ഇപ്പോൾ 6000-ൽ അധികം കോടിയുടെ 2000 രൂപ നോട്ടുകൾ തിരിച്ചെത്താനുണ്ട് എന്നാണ് RBI വ്യക്തമാക്കുന്നത്. 3.56 ലക്ഷം കോടി രൂപയുടെ 2000 നോട്ടുകളായിരുന്നു ഇറക്കിയിരുന്നത്. പിൻവലിക്കൽ പ്രഖ്യാപിച്ചതോടെ വൻതോതിൽ പണം തിരിച്ചെത്തി. 2025 മെയ് 31-ലെ കണക്കുകൾ പ്രകാരം ഇനി തിരിച്ചെത്താനുള്ളത് 6181 കോടി രൂപയുടെ 2000 നോട്ടുകളാണ്. അതായത് ഇത്രയും 2000 നോട്ടുകൾ വിപണിയിലുണ്ടെന്ന് സാരം. ഇവ തിരിച്ചു കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന പണമാക്കി മാറ്റാനും പറ്റും. 2000 രൂപയുടെ നോട്ട് നിരോധിച്ചിട്ടില്ല, വിപണിയിൽ നിന്നും പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും അവ ഉപയോഗിച്ച് വിപണികളിൽ ഇടപാടുകൾ നടത്താൻ പറ്റില്ല. ബാങ്കുകളിലെത്തി മാറ്റിയെടുക്കുക മാത്രമാണ് ഒരു പോംവഴി. 2023 ഒക്ടോബർ 7 വരെ എല്ലാ ബാങ്കുകളിലും നോട്ട് മാറ്റി എടുക്കണമായിരുന്നു. അതിനുശേഷം തിരഞ്ഞെടുത്ത RBI ഓഫീസുകളിൽ മാത്രമാണ് നോട്ട് മാറ്റിയെടുക്കുന്നത്. കേരളത്തിൽ ഒരു ഓഫീസ് മാത്രം 2000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമ പിൻബലമുണ്ട്. റിസർവ് ബാങ്ക് അനുമതി നൽകിയ 19 ഓഫീസുകൾ മാത്രമാണ് ഇനി 2000 രൂപ നോട്ട് സ്വീകരിക്കുക. 2023 ഒക്ടോബർ 9 മുതൽ ഈ ഓഫീസുകൾ 2000 നോട്ട് സ്വീകരിക്കുന്നുണ്ട്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ഓഫീസുകളിൽ പണം നൽകി മാറ്റിയെടുക്കാവുന്നതാണ്. തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. അല്ലെങ്കിൽ 2000 രൂപ നോട്ടുകൾ പോസ്റ്റ് ഓഫീസ് വഴി RBI നിശ്ചയിച്ച 19-ൽ ഏതെങ്കിലും ഓഫീസുകളിലേക്ക് അയക്കാം. തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. സാധാരണ ബാങ്കുകളിലും മറ്റു നിലവിൽ 2000 രൂപയുടെ നോട്ട് ഇപ്പോഴും സ്വീകരിക്കില്ല. കടകളിലും മറ്റും എടുക്കുകയുമില്ല. RBI നിശ്ചയിച്ച 19 ഓഫീസുകളിലേക്ക് അയക്കുക മാത്രമാണ് പരിഹാരം. RBI നിശ്ചയിച്ച 19 ഓഫീസുകളിൽ കേരളത്തിലുള്ളത് തിരുവനന്തപുരത്ത് മാത്രമാണ്. അഹമ്മദാബാദ്, ബംഗളൂരു, ബലാപൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ഛത്തീസ്ഗഡ്, ചെന്നൈ, ഗുവാഹത്തി, ഹൈദരാബാദ്, ജയ്പൂർ, ജമ്മു, കാൺപൂർ, കൊൽക്കത്ത, ലക്നൗ, മുംബൈ, നാഗ്പൂർ, ന്യൂഡൽഹി, പട്ന എന്നിവിടങ്ങളിലാണ് മറ്റു ഓഫീസുകളുള്ളത്. നോട്ടുകളുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക എന്നതാണ് റിസർവ് ബാങ്കിന്റെ പുതിയ നയം. പകരം ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം സാഹിത്യ പ്രവർത്തന സംഘത്തിൽ നിന്നും വിരമിച്ചപ്പോൾ കുമ്മനം ചിറക്കൽ അബ്ദുൾ റഹ്മാൻ 15 വർഷം മുമ്പ് ഭാര്യ ബൽക്കീസും 3 മക്കളും അടക്കം കുടുംബം പുലർത്താൻ ഒരു തൊഴിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ, പള്ളികൾ, കടകൾ എന്നിവിടങ്ങളിൽ നിന്നും കിട്ടുന്ന ഇടപാടുകൾക്ക് പറ്റാത്ത വിധവും കീറിപ്പറഞ്ഞതും മോശമായതുമായ നോട്ട് ശേഖരിച്ച് വൃത്തിയാക്കി റിസർവ് ബാങ്കിന് കൊടുത്ത് മാറ്റി നൽകുന്നുണ്ട്. റിസർവ് ബാങ്കിൽ നിന്നും കിട്ടുന്ന തുകയുടെ 30% കമ്മീഷനായി കിട്ടും. എന്നാൽ ഈ മാസം അദ്ദേഹം മാറിയത് പഴക്കമോ കേടോ ഇല്ലാത്ത 2000 രൂപയുടെ 10 നോട്ടുകളാണ്. കിട്ടിയ കമ്മീഷൻ 6000 രൂപയും. പുതുമണം മാറാത്ത 2000 രൂപ നോട്ടുകൾ എവിടെയോ മറന്നുവെച്ച ആളാണ് റഹ്മാനെ തേടി കുമ്മനത്തെത്തിയത്. 2023 മെയ് 19-ന് 2000 രൂപ നോട്ട് റിസർവ് ബാങ്ക് പിൻവലിച്ചിരുന്നു. പൊതുമേഖലാ ബാങ്കുകളിൽ ഇത് മാറിയെടുക്കാനുള്ള സമയം 2023 ഒക്ടോബർ 7 വരെയായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. പിൻവലിച്ച നോട്ട് മാറി കിട്ടുമോ എന്ന ആശങ്കയായിരുന്നു അദ്ദേഹം. റിസർവ് ബാങ്കിൽ ചെന്നപ്പോൾ ആശ്വാസമായി, തിരികെ എടുക്കുന്നുമുണ്ട്. 20,000 രൂപ മാറി കിട്ടിയപ്പോൾ കക്ഷിക്ക് 6000 രൂപ കമ്മീഷനും കിട്ടി എന്നാണ് അബ്ദുൾ റഹ്മാൻ പറഞ്ഞത്. മടങ്ങിയെത്തിയത് 3.56 ലക്ഷം കോടിയുടെ നോട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട് റിസർവ് ബാങ്ക്. പിൻവലിച്ച ശേഷം 2025 ഏപ്രിൽ 1 വരെ റിസർവ് ബാങ്കിൽ മടങ്ങിയെത്തിയത് 3.56 ലക്ഷം കോടിയുടെ 2000 രൂപ നോട്ടാണ്. ആകെ അച്ചടിച്ചതിന്റെ 98.21% എത്തിയത്. 6366 കോടിയുടെ നോട്ട് ഇനിയും മടങ്ങിയെത്താനുണ്ട്. റിസർവ് ബാങ്ക് മുഖ്യ ശാഖയിലും 19 മേഖലാ ഓഫീസുകളിലും 2000-ന്റെ പരമാവധി 10 നോട്ട് വരെ ഒരേ സമയം മാറ്റിയെടുക്കാം. ബാങ്കിന്റെ ഇഷ്യൂ വകുപ്പിലാണ് നൽകേണ്ടത്. ഫോം പൂരിപ്പിച്ച് പാസ്ബുക്കിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പുകൾ സഹിതം നൽകണം.